അദ്ദേഹം ആദ്യമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു നാവുപിഴയായി ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. വളരെ ബോധപൂർവമായി, വളരെ ആസൂത്രിതമായി നമ്മുടെ സമൂഹത്തിൽ ജാതി മത ധ്രുവീകരണങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രണമായി നടത്തുന്ന അല്ലെങ്കിൽ ശ്രമം നടത്തുന്ന ആളാണ് എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ RSSന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും എല്ലാം സമന്നതനായ നേതാവായി അറിയപ്പെടുന്ന TG മോഹൻദാസിന്റെ വിദ്വേഷ പരാമർശമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അത് കുറഞ്ഞു പോകുന്നൊരു പദമാണ്. ഡൽഹിയിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരായി വളരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം നമുക്കറിയാം ഇന്ന് വലിയ സമര രൂപങ്ങളിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഡൽഹിയിൽ നടന്ന സമരവും ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയ മുദ്രാവാക്യങ്ങളുമെല്ലാം നമുക്കറിയാം. ആ മുദ്രാവാക്യം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിന് അംഗീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളും രാജ്യത്ത് സമാനതകളില്ലാത്ത പ്രക്ഷോഭമാണ് സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ ഈ സമീപകാല ചരിത്രത്തിലെ 12 വർഷക്കാലത്തെ BJPയുടെ ഭരണത്തിന് കീഴിൽ ഒരു സമരം ഐതിഹാസികമായി വിജയിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതിനകത്ത് കടുത്ത അസഹിഷ്ണുതയാണ് സംഘപരിവാറിന് രാജ്യവ്യാപകമായി ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിന് വേണ്ടി വളരെ സജീവമായി മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അവരുടെ സംഘടനകളിലും എല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന TG മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ നേതാവ്, സംഘപരിവാറിന്റെ നേതാവ് ഈ സമരത്തെക്കുറിച്ച് നടത്തിയ പരാമർശം. ഈ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം നടത്തിയ ഏറ്റവും ഹീനമായ പരാമർശം. മാത്രമല്ല, സമരത്തിൽ പങ്കെടുത്ത് നമുക്കറിയാം ഒരു ജെൻസി തലമുറയാണ്, പുതിയ തലമുറയിൽപ്പെട്ട ചെറിയ കുട്ടികളാണ് ആ സമരത്തിന് പ്രധാനമായും പങ്കെടുക്കുകയും ആ സമരത്തിലെ മുന്നണി പോരാളികളായി നിന്നു. അവരെക്കുറിച്ച് ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനും സംഘപരിവാറിനുമുള്ള അസഹിഷ്ണുത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിലൂടെ വന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാനായിരുന്നു ആ സമരത്തെ നേരിട്ടതെങ്കിൽ ഒരു 3 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കുമായിരുന്നു. അങ്ങനെ കുറേയധികം പേർ കൊല ചെയ്യപ്പെടും, അല്ലെങ്കിൽ കുറേയധികം പേർ കൊല്ലപ്പെടും. ബാക്കിയുള്ളവർ ഗുരുതരമായി പരിക്കേറ്റവരെ എടുത്ത് ആശുപത്രിയിലേക്ക് എറിയും എന്നുള്ളൊരു പരാമർശമാണ്. അതായത് പേരക്കുട്ടികളുടെ പ്രായം പോലും ഇല്ലാത്ത കുട്ടികളുടെ സംഘപരിവാറിന്റെ അസഹിഷ്ണുത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അപ്പൊ ഇതൊരു വളരെ ഗുരുതരമായ പരാമർശവും പ്രസ്താവനയുമാണ്, ഒരു കലാപത്തിനുള്ള ആഹ്വാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് AIVFന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഇതിനെതിരായി പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇദ്ദേഹത്തിനെതിരായി പരാതി കൊടുക്കാൻ, കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കാനായി തീരുമാനിക്കുകയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും AIVFന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഇന്നലെ പരാതി മെയിൽ ചെയ്യുകയുണ്ടായി. ആ പരാതി ലഭിച്ച് ഒരുപക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കർശനമായ നടപടിയെടുത്തു, അതെന്നെ അറിയിക്കുകയുണ്ടായി. ആ നടപടി എന്ന് പറയുന്നത് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി പ്രത്യേകമായി ചുമതലപ്പെടുത്തിയത് സൈബർ സെല്ലിന്റെ IG ആയിട്ടുള്ള P പ്രകാശത്തിനെയാണ് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ സൈബർ സെല്ലിന്റെ IGയെ ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിക്കൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് പരാതി സ്വീകരിച്ചുകൊണ്ട് അതിനകത്ത് വളരെ കർശനമായൊരു നടപടി ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിക്കുകയുണ്ടായി. പക്ഷെ ഞങ്ങൾ ഈ പ്രസ്താവനയെയും അദ്ദേഹത്തിന്റെ പരാമർശത്തെയും കുറെ കൂടി ഗൌരവത്തോടുകൂടിയാണ് കാണുന്നത്. ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്നുള്ളതാണ്. കാരണം പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹം വീഡിയോയിലൂടെ വന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുന്നിലിരുന്നുകൊണ്ടാണ് ഈ ഹീനമായൊരു പ്രസ്താവന നടത്തിയത്. അപ്പൊ അതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെതിരായി ആദ്യമായി കൊടുക്കുന്നൊരു പരാതിയല്ല ഇത്. കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പലതവണ നടത്തിയിട്ടുള്ള ആളാണ് ഈ പറയുന്ന TG മോഹൻദാസ്. അപ്പൊ ഞാനിത് ഇവിടെ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ആദ്യമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു നാവുപിഴയായി ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. വളരെ ബോധപൂർവമായി, വളരെ ആസൂത്രിതമായി നമ്മുടെ സമൂഹത്തിൽ ജാതി മത ധ്രുവീകരണങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്,
വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രണമായി നടത്തുന്ന അല്ലെങ്കിൽ ശ്രമം നടത്തുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ്.